നിങ്ങളൊരു UAE NRI ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ UAEയിൽ ജോലിക്ക് പോയി അവിടെ നിന്ന് അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടായി, ഇന്ത്യയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങണം, അപ്പോൾ കുറച്ച് സമ്പാദ്യമൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അതിനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു 100,000 നൂലാമാലകളും ഫോർമാലിറ്റീസും, ആ അക്കൗണ്ട് തുടങ്ങണം, ഈ അക്കൗണ്ട് തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പ്ലാൻ തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ റിട്ടേൺസിന്റെ പുറത്തുള്ള ടാക്സസ് 12 മുതൽ 20% വരെ വരുന്ന TDS, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബാങ്ക് സെറ്റപ്സ്, ഇന്ന് ഈ ഓൺലൈൻ KYCയുടെ കാലത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള KYC പ്രോസസ്. അപ്പൊ ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു NRI ചിലപ്പോൾ പ്ലാൻ മുഴുവനായിട്ട് ഉപേക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു രണ്ട് മൈൻഡിലേക്ക് ചിലപ്പോൾ എത്തിയേക്കാം. ഇനി എങ്ങനെയെങ്കിലും ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്താലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ, കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ മുഴുവനായിട്ട് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡിലേ ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു പ്ലാൻ കുറച്ച് ഡിലേ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും പ്രോബ്ലം നിങ്ങളുടെ ആണെന്നല്ല, പ്രോബ്ലം ഇവിടുത്തെ സിസ്റ്റമാണ്. അതായത് റെസിഡൻസ് ആയിട്ടുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് NRIസിനെയും കൂടെ ചുരുക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എത്ര NRIs ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പം ഒരു NRI ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്ലോബൽ എന്നൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ എനിക്കറിയാം എത്ര പേര് കാണുന്നുണ്ടെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാലും, ഒന്നാമത് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാലും, രണ്ടാമത് TDS അടയ്ക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാലും, ഈ ഡിജിറ്റൽ യുഗത്തിലും NRIസിനെ കഷ്ടപ്പെടുത്തുന്ന ഓഫ്ലൈൻ KYC പ്രോസസ് ഇല്ലാതെ ഡിജിറ്റലായി നിങ്ങൾക്ക് KYC ചെയ്യാൻ സാധിച്ചാലോ, നിങ്ങളുടെ ഫോറിൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ NRI NRO ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിച്ചാലോ, ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ലഭിച്ചാലോ, തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാന പ്രശ്നം നിങ്ങളുടെ പൈസ ഇല്ലാത്തതായിരിക്കില്ല. ചിലപ്പോൾ ഈ കണ്ട പ്രോസസ്സിലൂടെ എല്ലാം എങ്ങനെയെങ്കിലും നിങ്ങൾ മിച്ചം പിടിച്ച് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. പക്ഷെ ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് വിട്ടുപോകുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബിലോങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗിഫ്റ്റ് സിറ്റി ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ബിൽഡ് സ്പെസിഫിക്കലി ഫോർ NRIs. അപ്പൊ അടുത്തായി വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് സേഫ് ആണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും, സംശയങ്ങളുണ്ടാവും, ആശങ്കകളുണ്ടാവും. അത് സാധാരണമാണ്. സോ അതിലേക്ക് നമുക്ക് വരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IFSCA റെഗുലേറ്റഡ് ആണ് ഈ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലൈസൻസസ് ഉണ്ട്. ബാങ്ക് ഗ്രേഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി യുവർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ നോട്ട് ഹെൽഡ് ബൈ ബിലോങ്. അത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിലും മ്യൂച്വൽ ഫണ്ട് ഹൗസസിലുമാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മോശപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പണം സേഫ് ആയിരിക്കും. ഇനി എന്തുകൊണ്ട് ഗിഫ്റ്റ് സിറ്റി ചൂസ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. NRIകൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഗിഫ്റ്റ് സിറ്റിയാണ്. NRIകൾ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഗിഫ്റ്റ് സിറ്റി മാറ്റം വരുത്തുകയാണ്. ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിനാൻസ് ഹബ്ബാണ്. അതായത് ദുബായിക്ക് DIFC ഒക്കെ ഉള്ള പോലെ NRI ആയിട്ടുള്ള ആളുകൾക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്ര പവർഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിനും USD ഫണ്ട്സിനും ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. നോ ടാക്സ്, സോ നോ TDS ദാറ്റ് ഗോസ് അപ് ടു 20% when you redeem. അതുപോലെ തന്നെ USDയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ പോസിബിൾ ആണ്. മാത്രമല്ല ഫുള്ളി റിപ്പാട്രിയബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ആണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, NRI ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലും ഗ്ലോബലിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ NRI കമ്പാറ്റബിൾ അല്ലാത്ത സിസ്റ്റവുമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നതിനെക്കാളും നിങ്ങൾക്കായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സിസ്റ്റത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ, മാത്രമല്ല ഒരു പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത് ടാറ്റ ഇന്ത്യ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെൽ ബാലൻസ്ഡ് ആൻഡ് ഓൾറൗണ്ടർ ഫണ്ടാണ്. എല്ലാ തരത്തിലുള്ള ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാങ്ക്സ്, IT, FMCG, ഹെൽത്ത്, ഈ 4 സെക്ടറും കവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇരുന്ന് ഈ മാർക്കറ്റിലൊന്നും അനലൈസ് ചെയ്ത് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? ഇൻവെസ്റ്റ്മെന്റിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ വലിയ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടൈം ഇന്ത്യ എക്സ്പോഷർ ആഗ്രഹിക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. ഇതിന്റെ ഒരു റിട്ടേൺ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, ലെസ് വോളറ്റൈൽ ആണ്. രണ്ടാമത്തെ ഫണ്ട് നോക്കാം, സുന്ദരം ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട്. ഇതൊരു ഹൈ ഗ്രോത്ത് ഇന്ത്യ ലെഗസി ഫണ്ടാണ്. എക്സ്ക്ലൂസീവ്ലി ഓപ്പൺ ഫോർ NRIs. മിഡ് ക്യാപ് കമ്പനീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ മിഡ് ക്യാപ് കമ്പനീസ് ആണ് നാളത്തെ ലാർജ് ക്യാപ്പായി മാറുന്നത്. മാനുഫാക്ചറിംഗ്, ഫിനാൻസ്, ഇൻഡസ്ട്രിയൽസ് പോലുള്ള ബിസിനസ്സുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മിഡ് ക്യാപ്പ് ആണ് നാളത്തെ ലാർജ് ക്യാപ്പ് ആകുന്നത്. ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ച് ഗ്രോത്ത് കൂടുതലുണ്ടാകുന്ന മിഡ് ക്യാപ്പിന് തന്നെയാണ്. പക്ഷേ സ്മോൾ ക്യാപ്പ് പോലെ അത്ര വോളറ്റൈൽ
വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ ഇത് ആർക്കാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ, ഒരു പൊടിക്കൂടെ ഗ്രേഡ് കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഒരു റിട്ടേൺ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ 17.5% ആണ് കഴിഞ്ഞ 5 വർഷത്തിൽ ആനുവലൈസ്ഡ് USD റിട്ടേൺസ്. മൂന്നാമത്തെ ഫണ്ട് നമുക്ക് നോക്കാം, DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട്. ഇതൊരു ഗ്ലോബൽ എക്സ്പോഷർ ഫണ്ടാണ്. ആമസോൺ, ഗൂഗിൾ, മെറ്റ, ടെൻസെന്റ് പോലുള്ള ജയന്റ് കമ്പനീസിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. US, യൂറോപ്പ് പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സ് എല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലോബൽ ടെക് ആൻഡ് AI ഇന്നോവേഷൻസിലേക്ക് എക്സ്പോഷർ കിട്ടുകയാണ്. ഇനി ഇത് ആർക്കാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനേക്കാളും ഒരു പടിക്കൂടെ മുകളിൽ പോയിട്ട് കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ AI ബിൽഡ് ചെയ്യുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് പരിഗണിക്കാം. ഇനി ഇതിന്റെ റിട്ടേൺ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ മാർക്കറ്റ് ഡിപെൻഡന്റ് ആണ്, പക്ഷേ ഫ്യൂച്ചർ ഫോക്കസ് കമ്പനീസിലേക്ക് എക്സ്പോഷർ നൽകും. നാലാമത്തെ ഫണ്ടാണ് നിങ്ങൾ അധികം കേട്ട് കാണാൻ സാധ്യതയില്ല, എയ്ഡൽവൈസ് ഗ്രേറ്റർ ചൈന ഫണ്ട്. ഇതൊരു ഏഷ്യ ഫോക്കസ് ഗ്രോത്ത് ഫണ്ടാണ്. ചൈന, ഹോങ്കോങ്, തായ്വാൻ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അലിബാബ, ടെൻസെന്റ്, TSMC പോലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക് ആൻഡ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ജയന്റ്സ് ആണ് ഈ കമ്പനികൾ. ഇനി ഇത് ആർക്കാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ലുക്കിംഗ് ഫോർ ഹൈ ഗ്രോത്ത് ഏഷ്യ എക്സ്പോഷർ. ഏഷ്യയിലെ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എക്സ്പോഷർ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആണ്. ഇനി ഇതിന്റെ റിട്ടേൺ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ 21% CAGR റിട്ടേൺസ് ആണ് 3 വർഷത്തിൽ അണ്ടർലൈൻ ഫണ്ട് വെച്ച് നോക്കുമ്പോൾ. ഇനി എന്തുകൊണ്ട് ബിലോങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0 കമ്മീഷൻ ഡയറക്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും, ഫ്രീ USD ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഓൺ ബോർഡിംഗ്. NRIസിനൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, KYC ഒക്കെ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ തന്നെ KYC ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പോയി ക്യൂ നിൽക്കണം. ആ സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഓൺ ബോർഡിംഗ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി UAE NRIസിന് ബെറ്റർ കറൻസി കൺവേർഷൻ റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിസ്സാരം 1% നിങ്ങൾക്ക് ലഭിക്കുന്ന സേവിങ്സ് പോലും ഓവർ ടൈം നിങ്ങളുടെ റിട്ടേൺസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇത് എങ്ങനെ തുടങ്ങണം? വളരെ സിമ്പിൾ ആണ്. ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഡൗൺലോഡ് ദ ആപ്പ്, കംപ്ലീറ്റ് ദ KYC അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അതിനുശേഷം നിങ്ങളുടെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുക, ഇൻവെസ്റ്റിംഗ് ജസ്റ്റ് തുടങ്ങുക. അത്രയും സിമ്പിൾ ആണ്. അതായത് വൈകുന്നേരം നിങ്ങളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ UAEയിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കണം. അതുകൊണ്ട് തന്നെ യൂഷ്വൽ ടാക്സ് ഹസിലും പേപ്പർ വർക്കും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഗ്രോത്തിന്റെ ഒരു ഭാഗമാകും. നിങ്ങൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് ആവശ്യം. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ബിലോങ് ഈസ് ബിൽറ്റ് ഫോർ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തിനോ നിങ്ങളുടെ ബന്ധുവിനോ നിങ്ങളുടെ ഫാമിലി മെമ്പർക്കോ അയച്ചും കൂടെ കൊടുക്കുക. സോ I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.